would like to invite our respected headmistress, Sister Sugata SAC, to welcome our chief guest, Reverend Father John Vianney. സ്നേഹബഹുമാനപ്പെട്ട ജോൺ വിയാനി അച്ഛ, ആദരണീയരായ മാതാപിതാക്കളെ, മാതാപിതാക്കളെ പ്രതിനിധികളെ, വാത്സല്യ കുഞ്ഞുമക്കളെ, എൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്ന, എൻ്റെ വലന്തേകളായിരിക്കുന്ന ടീച്ചേഴ്സ്, മറ്റ് സഹായികളെ, നാം സെയിന്റ് കുടുംബം ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ദൈവവും ലോകരക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ ജന്മദിനമാണ്. യേശു ക്രിസ്തുവിന്റെ ജനന സമയത്ത് മാലാഖമാർ സ്തുതിഗീതങ്ങൾ ആലപിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദാനം, ഗിഫ്റ്റ്, ലവ്, പീസ്, ജോയ്, സ്നേഹം, സമാധാനം, ആനന്ദം എന്ന് നമുക്കറിയാം. വ്യക്തി ജീവിതത്തിലേക്കായാലും കൊള്ളാം, കുടുംബത്തിലേക്കായാലും കൊള്ളാം, സമൂഹത്തിലേക്ക് ഇറങ്ങിയാലും, രാജ്യത്തിലായാലും, ലോകത്തെവിടെ നോക്കിയാലും ഇന്ന് ഈ മൂന്ന് കാര്യങ്ങളുടെ കുറവ് വളരെയേറെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ആദ്യം തന്നെ എല്ലാവർക്കും ക്രിസ്മസിന്റെ സമാധാനവും സ്നേഹവും ആനന്ദവും ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നേരുകയാണ്. എല്ലാവർക്കും സന്തോഷകരമായ ക്രിസ്മസ് ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ ഈ ആഘോഷവേളയിൽ പ്രധാന അതിഥിയായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജോൺ വിയാനി അച്ഛനെയാണ്. അച്ഛൻ വളരെ ചുവടുള്ള മിടുമിടുക്കനായ ഒരു യുവ വൈദികനാണ്. അച്ഛൻ കഴിഞ്ഞ വർഷം മൾട്ടി മീഡിയ കമ്മ്യൂണിക്കേഷൻ കോഴ്സ് 4ാമത്തെ റാങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ്സായ ഒരു വ്യക്തിയാണ്. സ്നേഹബഹുമാനപ്പെട്ട അച്ഛ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അച്ഛൻ്റെ സെയിന്റ് ആൻസ് കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനായിട്ട് ഈ ക്രിസ്മസ് ആഘോഷ പരിപാടിയിലേക്ക് കടന്നു വരികയും അച്ഛൻ്റെ ക്രിസ്മസിൻ്റെ അനുഗ്രഹ നിറഞ്ഞ മെസ്സേജ് തമ്മിലെ അനുഗ്രഹിക്കാൻ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത അച്ഛന് സെയിന്റ് ആൻസ് കുടുംബത്തിന്റെ പേരിൽ ഇവിടെ ആയിരിക്കുന്ന ഓരോ കുഞ്ഞിന്റെയും പേരിൽ, മാതാപിതാക്കന്മാരുടെ, ടീച്ചേഴ്സിന്റെ, നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവമായ സ്വാഗതം അർപ്പിക്കുന്നു. Thank you, sister, for your kind words. Now I would like to invite school captain Sarah Susan of class 4A to continue the welcome speech. Good morning, everyone. On behalf of our school, I warmly welcome our chief guest, Reverend Father John Vianney, our headmistress, Sister Sugata SIC, all students, teachers, and parents to our Christmas celebration. Today, we come together to celebrate the birth of Jesus Christ, to embrace the spirit of joy, kindness, and togetherness that this festive season brings. As we share laughter, music, and moments of celebration, we remember that the true meaning of Christmas, the gift of love, peace, and hope. May this occasion remind us of the importance of family, friendship, and community. Let's make
Thank you, Sarah. And now it's time for performances of students. Now let's hear a devotional song from Olivia Saji of Class 3B. Santa is here to meet us all. Let's welcome him with a big cheer. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാനായി പനതാരിൽ നിലച്ചിരുന്നു. ആകാശവീതിയിൽ മാലാഖമാരവ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാനായി പനതാരിൽ നിലച്ചിരുന്നു. നല്ല സ്നേഹത്തിൽ തന്ന നല്ല നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കും. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കും. ദൈവപുത്രൻ പിറക്കും. Good morning, respected sisters, teachers, and all of my dear friends. First of all, I wish you a Merry Christmas. Today, we are here to celebrate Christmas. I would like to speak a few words about Christmas in front of you. Christmas is the birthday of Jesus Christ. He is the Son of God. It is a celebration of sending and receiving His Santa. It is a time of promoting peace, harmony, and love. Children enjoy the day of Christmas is the exciting night. The Christmas festival is a message of love, peace, and fraternity. So, my dear friends, let's celebrate Christmas. Great enthusiasm and shake hands with each other. Thank you. Merry Christmas to all. 2,000 years ago, on a cold December night in Bethlehem, under starry skies and witnessed by the shepherds, Joseph and Mary welcomed their newborn child into this world. And thus, Jesus the Savior was born. And we forever in remembrance celebrate Christmas. Triumph of the skies, with the angelic host.
about the true meaning of Christmas. എല്ലാവരും സുഖമാണോ? 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 നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന മെസ്സേജ് തരുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആസാമിനെ കൊണ്ടുവരുന്നു. ആസാമിൽ പോയത് ഈ ആസാം എവിടെ? ഇന്ത്യയിലാണോ, അമേരിക്കയിലാണോ, അഫ്ഗാനിസ്ഥാനിലാണോ, ആഫ്രിക്കയിലാണോ, പാകിസ്ഥാനിലാണോ? ഇന്ത്യയിലാണോ? പറഞ്ഞ ആൻസർ പൂർണ്ണമായിട്ടും ശരിയാണ്. ഇന്ത്യയിൽ തന്നെയാണ്. ഇന്ത്യ ആസാമിലെ ആദിവാസികളൊക്കെ ഉണ്ടാവും. അവര് ക്രിസ്മസിന്റെ സമയത്തൊക്കെ ഡാൻസ് കളിക്കും. ആ പാട്ടിലൊക്കെ ഉണ്ടോ? നമുക്ക് കഴിക്കാന്നുള്ളൂ. ഞാൻ അച്ഛനൊരു പാട്ട് പാടിത്തരും. അച്ഛനൊരു പാട്ടായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും പാടാൻ പറ്റുന്ന പാട്ടാണ്. സിമ്പിളാണ്. ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. പട്ടിയടിക്കാൻ വന്നു. എനിക്ക് ആരെയും ഭയമില്ല. അതായത് അവിടെ ഏറ്റവും വലിയ ശല്യമുള്ള സ്ഥലമാണ് കൊതുക്. ഈ മലേറിയ വന്ന അസുഖമുള്ള സ്ഥലമാണ്. ഏറ്റവും അസുഖം വന്നവർ മരിച്ചു. രണ്ടാമത് ഈ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നത് ഈ പട്ടി കൊതുങ്ങളുടെ ആക്രമണം. അതുകൊണ്ട് അവർ പറയുന്നതാണ് രണ്ടാമത്. മൂന്നാമത്തെ എന്ത് വന്നാലും എനിക്ക് ഒരു പ്രശ്നമില്ലെന്നാണ്. അപ്പൊ നമുക്കൊന്ന് ഇതിന്റെ ആക്ഷൻ ചെയ്യാൻ ആദ്യം തുടക്കം ചിക്കൻ തന്നെയാണ്. കൊതുക് പോലെ ഇത് കൈട്ടി ഒരു കാര്യം ലോകമാണ് കാണാനില്ല. ഒരു കാര്യം ഓക്കെ ചിക്കൻ നമ്മളൊരു കഥ പറയാൻ പറ്റും. അപ്പൊ അച്ഛന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ കഥ മനസ്സിലാവൂ. ഗ്രാമത്തിൽ സുന്ദരമായൊരു ഗ്രാമം. സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ സുന്ദരം കാണുന്ന അടിപൊളി പാവപ്പെട്ടവരാണ്. അപ്പൊ അവിടെ നിങ്ങളിങ്ങനെ ചന്തസാധന ഇരിക്കുമ്പോൾ ഒരു സന്യാസി സന്യാസിമാരെ കണ്ടോ? കോട്ടയം മേടിച്ച് അതായത് കോട്ടയം മേടിച്ചാൽ സന്യാസി ഇങ്ങനെ മരത്തിന് ചോദിച്ചു പോയി തിരിയും. കമ്പരപ്പണി കൊണ്ടിരിക്കുക. അപ്പൊ കുറെ ആൾക്കാർ ഓടിക്കൂടി. കാരണം സന്യാസിയുടെ ജ്ഞാനമൊക്കെയുള്ള സന്യാസികൾ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്, ചൈതന്യമുണ്ട്. ചുറ്റും വന്ന് ആൾക്കാരിക്കുന്നു. സന്യാസി ഇങ്ങനെ പോക്കറ്റിൽ നിന്ന് 4 പുതുമെടുത്തു. പാവനെ കണ്ടില്ല? പാവ, ചെറിയ പാവ. ഒരെണ്ണം കല്ലുകൊണ്ടുണ്ടാക്കി, ഒരെണ്ണം മണ്ണുകൊണ്ടുണ്ടാക്കി, ഒരെണ്ണം പഞ്ഞിയുണ്ടോ പഞ്ഞിയൊന്നുണ്ടാക്കി, ഒരെണ്ണം കൽക്കണ്ട കൊണ്ട് ഉണ്ടാക്കി. എനിക്കിഷ്ടമുള്ള കാര്യമാണ് അല്ലെ? കൽക്കണ്ട കൊണ്ട് ഉണ്ടാക്കി. ഈ 4 പാവ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് മുമ്പിൽ. അപ്പൊ ഇവരെല്ലാം വന്നു ചോദിക്കും, സന്യാസി ഞങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാം, ഞങ്ങൾക്ക് മെസ്സേജ് തരാം. സന്യാസി പറഞ്ഞ 4 കുടം എടുത്തോളാം. 4 കുടം എടുത്തുള്ളത് ഈ 4 പാവങ്ങളെ ഈ കുടത്തിലേക്ക് എന്താ പറയുക? ആദ്യത്തെ പാവ എടുത്തോളാം. ആദ്യത്തെ പാവ നോക്കിയിട്ട് കണ്ടുപാവ വെള്ളത്തിന്റെ വല്ല സംഭവിക്കുമോ? വെള്ളം വേണം സംഭവിക്കില്ല. അതേപടി ഉണ്ടാവും അല്ലേ? അപ്പൊ സന്യാസി പറഞ്ഞു, നമ്മുടെ ഇടയിലെ ചില മനുഷ്യര് ഇതുപോലെ കല്ലുപോലെ ഒന്നും പറഞ്ഞ കേൾക്കത്തില്ല. അങ്ങനെ നമ്മുടെ ഇടയിലെ കാര്യങ്ങൾ കല്ലുപോലെ നന്മ പറഞ്ഞാലും ചെയ്യത്തില്ല, തിന്മ പറഞ്ഞാലും ചെയ്യത്തില്ല, സ്വന്തം കാര്യം മാത്രം നോക്കി അങ്ങനെ കല്ലുപോലെ ഇരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അത് ഈ രണ്ടാമത്തെ കുടത്തിരിക്കും. രണ്ടാമത്തെ കുട ഏതുകൂടാ? മണ്ണുകൊണ്ടുണ്ടാക്കിയ പാവ ഇട്ട കുടം. അപ്പൊ അത് എടുത്തു നോക്കിക്കോടാ. പാവയെ കാണാൻ എന്തുകൊണ്ട് പാവനെ കാണാൻ പറ്റുന്നത്?
പാവ അലിഞ്ഞുപോയി. വെള്ളത്തില് ചെളിയായിട്ട് മാത്രമുള്ളൂ, ചെളി മാത്രമുള്ളൂ. അപ്പൊ സന്യാസി പറയുവാണ്, ആഹാ ചിലവരിങ്ങനെയാണ്, അവരോ തിന്മയാണ്, അവരായിരിക്കുന്ന സ്ഥലത്തും തിന്മയുണ്ടാക്കി അവർ ലോകത്തിൽ നിന്നു ആ ഉള്ള സ്ഥലം കൂടി നശിപ്പിച്ചിട്ട് കടന്നു. അങ്ങനെ കുറെ പേര്. മൂന്നാമത്തെ പാവ ഏതായിരുന്നു? ശ്രദ്ധിക്കട്ടോ. ഓക്കെ, പഞ്ഞിയുണ്ടുള്ള പാവ. ഈ പഞ്ഞിയുള്ള പാവയെ പ്രത്യേകത കൈ കൊടുക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം, ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടില്ല. കാരണം എന്താണോ, ഇത് മൊത്തം പഞ്ഞി വലുതായിട്ട് കുളത്തിന്റെ അങ്ങനെ പത്തോ വലിയ പാവേ. പലപ്പോഴും നമ്മുടെ ചിലർ അപ്പോ സന്യാസി പറഞ്ഞു, ചിലരിങ്ങനെയാണ് മറ്റുള്ളവരെല്ലാം ഊറ്റി കുടിച്ച് എന്റെ 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 എന്ന് വലുതായി വലുതായി അവസാനം ചെയ്യും. എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥയില്, സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന നരകത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥയിലായി എല്ലാവരുടെയും സ്വന്തമാക്കി മാറ്റി 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 സ്വാർത്ഥരായിട്ട് ജീവിക്കുന്ന തിരുവഴുന്നു. നാലാമത്തെ ഏതപടം നമുക്ക് ഇഷ്ടമുള്ള കാര്യമായിട്ട് കുഴപ്പമില്ല. കൽക്കണ്ടത്തിന്റെ കുടത്തിൽ കൈ പറ്റും വല്ലതും കണ്ടോ? കൽക്കണ്ടത്തിന്റെ കുടത്തിൽ കൈയിട്ട് വല്ലതും കാണാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് കാണാൻ പറ്റാതെ? അരിഞ്ഞുപോയി. അതിനകത്ത് കൈ നോക്കിയിട്ടൊന്നും കാണാൻ, പക്ഷേ അത് കുടിച്ചു നോക്കി വന്നിട്ടായി അതിലുണ്ട്. അപ്പൊ നമ്മളിപ്പോ ആ സന്യാസി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സന്യാസിനെ പറയുകയാണ്, ചില മനുഷ്യരിങ്ങനെയാണ്, അവര് അലിഞ്ഞ് ഇല്ലാതെയാവും, ആ ആയിരിക്കുന്ന സമൂഹത്തിലേക്ക് അലിഞ്ഞു ചെയ്യും. പക്ഷെ ആ ജീവൻ നഷ്ടപ്പെടുമ്പോൾ പോലും അവർക്ക് മധുരകരമായ സന്തോഷം കൊടുത്തിട്ടേ യാത്രയാകുള്ളൂ. അത് എപ്പോഴും നിലനിൽക്കുന്ന സാധനമായിരിക്കും. ആ കുടത്തിൽ മധുരം എപ്പോഴും ഉണ്ടാവില്ലേ? ആ കുടത്തിൽ മധുരം എപ്പോഴും. നമ്മുടെയൊക്കെ ജീവിതത്തില് എന്താകാനാണ് ആഗ്രഹിക്കുന്നത്? കൽക്കണ്ടമാകണോ, പഞ്ഞിയാകണോ, മൺകട്ടയാകണോ, അത് കല്ലോ? ഏതാണ്? കൽക്കണ്ടമാകാനാണ് എല്ലാവർക്കും. അപ്പൊ നമ്മൾ ക്രിസ്മസിന്റെ ദിവസം പ്രത്യേകം പറയാനായിട്ടുള്ള ഒരു കാര്യം ഈ കൽക്കണ്ടമായ ഒരു വ്യക്തിയെ കുറിച്ചാണ്. കൽക്കണ്ടമായി മാറിയ ഒരു വ്യക്തി ആരാണ്? ഉണ്ണീശോ. ഇപ്പൊ നമ്മള് ഈ ക്രിസ്മസ് ദിനത്തിൽ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മളെ ചുറ്റും നിൽക്കുന്നവർക്ക് സന്തോഷം കൊടുക്കുന്നത്. എങ്ങനെ സന്തോഷം കൊടുക്കുന്നത്? മാതാപിതാക്കൾ പറഞ്ഞനുസരിക്കും അല്ലേ? നമ്മളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കൾ പറഞ്ഞനുസരിക്കണം, ടീച്ചേഴ്സ് പറഞ്ഞനുസരിക്കണം. അപ്പോഴാണ് കൽക്കണ്ട പോലെയായി മാറാൻ പറ്റുന്നത്. ഇനി നമുക്ക് മാറാൻ പറ്റുമോ? ഇനി നമുക്ക് സങ്കടം കൊടുക്കുന്നവരായിട്ട് മാറാൻ കഴിയും. നമുക്കൊന്നും എഴുതാറ്റല്ല. അവസാനമായിട്ട് നമുക്ക് ആക്ഷൻ കളിച്ചിട്ട് തിരിയും. നിങ്ങൾ അച്ഛൻ അങ്ങനെ സമയമായിരുന്നു 10 മിനിറ്റ് കൂടുതലായി. അപ്പൊ നമ്മൾ തുടങ്ങുവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. A vibrant dance performance by our kids of LKG, 8 and UKG 8. പാറി
മിന്നാമിന്നി പോലെ മിന്നി താരമെങ്ങും കണ്ണീരിന്റെ മണ്ണിൽ മന്ന പെയ്തുവല്ലോ ആഹാ ഉന്നതനെ പാട്ടിടാം ഉച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ ആഹാ ഉന്നതനെ പാട്ടിടാം ഉച്ചസ്വരത്തോടെ ഓഹോ ഭിന്നതയാം ചങ്ങലകൾ പൊട്ടി നുറുങ്ങട്ടെ മിന്നി താരമെങ്ങും മിന്നാമിന്നി പോലെ
എന്റെ ക്രിസ്മസ് ആശംസകൾ. യേശുക്രിസ്തുവിന്റെ ജന്മദിനമാണ് ക്രിസ്മസ്. എല്ലാ വർഷവും ഡിസംബർ 25-നാണ് ക്രിസ്മസ്. ലോകരക്ഷകനാണ് യേശുക്രിസ്തു. ക്രിസ്മസ് സ്നേഹത്തിന്റെയും നന്മയുടെയും സന്ദേശം പകരുന്നു. ജനങ്ങൾ വളരെ ഉത്സാഹത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുന്നു. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന് മുൻപിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാനായി പനതാരിൽ നിലച്ചിരുന്നു. ആകാശവീതിയിൽ മാലാഖമാരവർ സ്നേഹത്തിൻ നിറകുടമായി താരാട്ടുപാടി ഉറക്കിടുവാനായി പനതാരിൽ നിലച്ചിരുന്നു. നല്ല സ്നേഹത്തെ തന്ന നല്ല എല്ലാവരും പാടി സ്തുതിക്കാം. നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. സന്തോഷത്തിന്റെയും സമാധാനത്തോടെ ക്രിസ്മസ് പരമായി എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. മുഖ്യാതിഥി ബഹുമാനപ്പെട്ട അച്ഛ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മിസ്റ്റർ സിസ്റ്റർ സുഹൃത, നമ്മുടെ ടീച്ചേഴ്സ്, ആന്റിമാർ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇവരുടെ സന്ദേശവുമായി ക്രിസ്മസ് സമാഗതമായി ദൈവം ഭൂമിയെ ചുംബിച്ചതാണ് ക്രിസ്മസ് രാത്രി. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖങ്ങൾ പങ്കുചേരാനും നമ്മെ രക്ഷിക്കാനുമായി സ്വർഗ്ഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിന്റെ വലിയൊരു സാക്ഷ്യമാണ് യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. പ്രത്യാശയുടെ വെളിച്ചമാണ് ക്രിസ്മസ് നൽകുന്നത്. ജീവിതത്തിൽ തകർച്ചയുടെയും പരാജയത്തിന്റെയും അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറുകയാണ് നമ്മുടെ കടമ. ഒരുപാട് നേട്ടങ്ങൾ വാരിക്കൂട്ടിയിട്ടും മനുഷ്യൻ ഇന്ന് അസ്വസ്ഥനാണ്. ഒരുതരം ശൂന്യത മനുഷ്യനെ ഭരിക്കുന്നു. സന്തോഷമെല്ലാം മാഞ്ഞു പോകുന്നു. ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും. കാലം തൊട്ട് ഉന്നയിച്ചു നിൽക്കുമ്പോൾ മാലാഖമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മാത്രം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയുമായാണ് യേശു വരുന്നത്. ക്രിസ്മസ് എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്ന സന്തോഷത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദത്തിന്റെ തിരുനാൾ കൂടിയാണ് ക്രിസ്മസ്. നാനാജാതി മനുഷ്യരും നക്ഷത്രങ്ങൾ തൂക്കിയും പുൽക്കൂടുകൾ ഉണ്ടാക്കിയും കരാർഗാനം പാടിയും ക്രിസ്മസ് ആഘോഷിക്കുന്നു. മനുഷ്യരെല്ലാവരും ഒരേ സ്വർഗീയ പിതാവിന്റെ മക്കളാണെന്ന് വിശാലമായ കാഴ്ചപ്പാടിലേക്ക് നാം എത്തിച്ചേരുന്നു. മനുഷ്യൻ മനുഷ്യനോടും മനുഷ്യൻ പ്രകൃതിയോടും സമാധാനത്തിലാവുക എന്ന ശാന്തി മന്ത്രം നാം ഉൾക്കൊള്ളണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. നന്ദി, നമസ്കാരം. ഓടി ഓടി വരണുണ്ടേ, ഹോ ഹോ നീണ്ട വലിയ നിരയുണ്ടേ. ഹല്ലേ 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 ഹല്ലേലൂയ, ഹല്ലേ 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 ഹല്ലേലൂയ. വീരനായ വില്ലാളി ശൂരനാം പടയാളി, വീരനായ വില്ലാളി ശൂരനാം പടയാളി. അരെ 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 സാവൂളാണി, അവൻ സാവൂളാണി. കണ്ടാലോ കോമളൻ കലിതുള്ളും ഭീകരൻ, കണ്ടാലോ കോമളൻ കലിതുള്ളും ഭീകരൻ. ക്രിസ്തു ശിഷ്യരെ ഒന്നായി വകവരുത്താൻ വരണുണ്ടേ ഒരു പടയുണ്ടേ. നേതാവ് നേതാവ് സാവൂളാണേ നേതാവ്, വീരൻ കണ്ടോ കണ്ടോ കുതിരപ്പുറത്ത്
എന്നെ പീഡിപ്പിക്കുന്നു? കർത്താവേ ചൊല്ലേണമേ, അങ്ങാരാണെന്നരുളേണമേ. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. കണ്ണുപോയി എന്റെ കാഴ്ച പോയി, എല്ലാം പോയി, ഞാൻ അന്ധനായി. അനന്യാദാസൻ തൊട്ടുടനെ അത്ഭുതമേ, ഹോ അത്ഭുതമേ. ഹായ് ഹായ് കാണാം കാണാം, ദേ ദേ എല്ലാം കാണാം. യേശു രക്ഷകൻ അവനാണേക രക്ഷകൻ, യേശു രക്ഷകൻ അവനാണേക രക്ഷകൻ. സന്തോഷമായി എങ്ങും വിലാസമായി, സാഹു സ്നാനമേറ്റു പൗലോസായി. സന്തോഷമായി എങ്ങും ഉല്ലാസമായി, സാഹു സ്നാനമേറ്റു പൗലോസായി. ക്രിസ്തുവിൻ പ്രേക്ഷിതനായി. ജിൽ ജിൽ ജില്ലാലേ, ജിൽ ജിൽ ജില്ലാലേ, ഹല്ലേ 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 ഹല്ലേലൂയ, ഹല്ലേ 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 ഹല്ലേലൂയ. വരൂ വരൂ പ്രിയരേ, പോകാം പ്രേക്ഷിതരായുലകിൽ. തിരുവചനത്തിൻ പടവാളേന്തി യേശുവിനായി പോകാം, പാരിൻ ജനതകളെ നേടാം. ജിൽ ജിൽ ജില്ലാലേ, ജിൽ ജിൽ ജില്ലാലേ, ഹല്ലേ 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 ഹല്ലേലൂയ, ഹല്ലേ 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 ഹല്ലേലൂയ. ജിൽ ജിൽ ജില്ലാലേ, ജിൽ ജിൽ ജില്ലാലേ, യേശു രക്ഷകൻ അവനാണേക രക്ഷകൻ, യേശു രക്ഷകൻ അവനാണേക രക്ഷകൻ. ജിൽ ജിൽ ജില്ലാലേ, ജിൽ ജിൽ ജില്ലാലേ, യേശു രക്ഷകൻ അവനാണേക രക്ഷകൻ, യേശു രക്ഷകൻ അവനാണേക രക്ഷകൻ. കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം. ഈശോയെ നീയൊന്നു വാവാ, കൂടി കളിക്കാൻ വാവാ.
നീയൊന്നു വാവാ കൂടെ കളിക്കാൻ വാവാ കുഞ്ഞിളം കൈകൾ കൂപ്പി ഹല്ലേലൂയ ഞങ്ങൾ പാടാം ഈശോയെ നീയൊന്നു വാവാ കൂടെ കളിക്കാൻ വാവാ കുഞ്ഞിക്കരളിനുള്ളിൽ സ്നേഹം നിറച്ചു തരാം ഈശോയെ നീയൊന്നു വാവാ കൂടെ കളിക്കാൻ വാവാ കുഞ്ഞിക്കരളിനുള്ളിൽ സ്നേഹം നിറച്ചു തരാം
ഭൂജാതനായി രാജാതിരാജനിന്ന് വേദിലഹേ താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി തപ്പുതാരം നീളമൂടെ വീണമീട്ടി ആർത്തുപാടാം ദേവാദിദേവൻ പിറന്ന രാത്രി ശാന്തരാത്രി ഗോശാലയിൽ ഭൂജാതനായി രാജാതിരാജനിന്ന് പുലരിമഞ്ഞുപോലെ പവിഴകാന്തിയോടെ അഴക് ചാത്തി വന്നുദിച്ച ദിവ്യതാരമേ ലോകപാപമെല്ലാം തോളിലേറ്റിടാനായി എളിമയോടെ ജാതനായ മഹിത സ്നേഹമേ ഭൂജാതനായി രാജാതിരാജനിന്ന് Merry Christmas, we wish you a Merry Christmas, we wish you a Merry
ഞാൻ നന്ദി പറയുകയാണ്. സമയം ഇത്ര കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കുന്നു. എല്ലാ സ്കൂളുകളും ടീച്ചേഴ്സും അതോടൊപ്പം പേരൻസിന്റെ സഹകരണവും സഹായവും എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ വിജയത്തിനായി പ്രയത്നിച്ച എല്ലാവരോടും എൻ്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും ടീച്ചേഴ്സും അതുപോലെ പേരൻസ് ഇവിടെ എന്തൊരു പരിപാടി കഴിഞ്ഞാലും പേരൻസിന്റെ സാന്നിധ്യം ഞങ്ങൾക്കൊക്കെ ഒത്തിരി പ്രോത്സാഹനവും സന്തോഷവുമാണ്. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളെ ഒത്തിരി പ്രോത്സാഹിപ്പിക്കും. അതിന് നിങ്ങളെല്ലാം സഹകരിച്ച ഓരോ രക്ഷകർത്താവിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ആദരവും ഞാൻ അറിയിക്കുകയാണ്. ഇവർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. മെറി ക്രിസ്മസ് ന്യൂ ഇയർ. താങ്ക് യു വെരി മച്ച്.